LSS എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കുള്ള പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചന്ദനമരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ ഏക സ്ഥലം? ഉത്തരം ഇടുക്കി ജില്ലയിലെ മറയൂർ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം ഏത്? ഉത്തരം ഡിസംബർ 22. കഥകളി അരങ്ങത്ത് കത്തിച്ചു വെക്കുന്ന വലിയ ഓട്ടുനിലവിളക്കിന്റെ പേരെന്ത്? ഉത്തരം ആട്ടവിളക്ക്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യ ഉൽപാദനം. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ഉത്തരം എയ്ഡ്സ്. കേരളത്തിന്റെ കാശ്മീർ, കിഴക്കിന്റെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം മൂന്നാർ. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ദേശീയ ഉദ്യാനം? ഉത്തരം ഇരവിക്കുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ആനമുടി. വലിപ്പമേറിയ ചുവപ്പ് അടയാളമുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. പഞ്ചായത്തുകളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 5. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ രണ്ടാമത്തെ ജില്ല? ഉത്തരം തിരുവനന്തപുരം. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഉത്തരം ടൈറ്റാൻ. മലബാർ ക്യാൻസർ സെന്റർ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം കണ്ണൂർ. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായ പയ്യന്നൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രൊജക്ട് നടപ്പിലാക്കിയത് എവിടെ? ഉത്തരം കഞ്ചിക്കോട്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്കായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 23. വലുപ്പത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. വയനാട് ചുരം പൂർണ്ണമായും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് പാലം ഏത്? ഉത്തരം അരൂർ പാലം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം പന്നിയൂർ. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം? ഉത്തരം പാലക്കാട് ചുരം. തൃശൂർ നഗരത്തിന്റെ ശില്പി ആര്? ഉത്തരം ശക്തൻ തമ്പുരാൻ.
കേരളത്തിന് സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം തൃശൂർ. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി ഇവിടെയെല്ലാം ആസ്ഥാനം എവിടെ? ഉത്തരം തൃശൂർ. സഹ്യപർവ്വതനിരയിൽ ഉയരം കൂടുതലുള്ള ഭാഗം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏവ? ഉത്തരം ബുധൻ, ശുക്രൻ. ഇന്ത്യയിലെ 4 സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം പോണ്ടിച്ചേരി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നദി ഏത്? ഉത്തരം ചാലിയാർ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറവുള്ള നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. സൂര്യന് ചുറ്റുമുള്ള പരിക്രമണത്തിൽ ഏറ്റവും നീണ്ട കാലം ആവശ്യമുള്ള ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം? ഉത്തരം തുഞ്ചൻ പറമ്പ്. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ചെറായി കടപ്പുറം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം തിരുവനന്തപുരം തുളസി ഹിൽസ്. ജനന മരണങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? ഉത്തരം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. മാപ്പിളപ്പാട്ടിന്റെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊണ്ടോട്ടി. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തിരൂർ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം പമ്പ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ? ഉത്തരം ശ്രീലേഖ.